ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ഷാർപ്പ് ഡിസ്ട്രക്ടേഴ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സി ഷാർപ്പ് കൺസ്ട്രക്ടേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സി ഷാർപ്പ് ഡിസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതായത് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും, അതിലേക്ക് കുറേ ഡാറ്റ മെമ്പേഴ്സിനെ കൊണ്ടുവരും, പിന്നെ നമ്മൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ മെമ്പേഴ്സിനെ അതിലേക്ക് ഒബ്ജക്റ്റിലേക്ക് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഡിസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ആ കൺസ്ട്രക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വർക്ക് ചെയ്യുക. അതായത് നമ്മൾ ഒബ്ജക്റ്റിലേക്ക് ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞു, എക്സിക്യൂഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒബ്ജക്റ്റ് അതിൻ്റെ പ്രോസസ്സും എക്സിക്യൂഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒബ്ജക്റ്റ് ആവശ്യമില്ല. പിന്നെ നമുക്കത് ഡിസ്ട്രോയ് ചെയ്യാനേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പൊതുവേ ഡിസ്ട്രക്ടർ ഓൺലി വൺസ് ആയിട്ട് ഒരു ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം അതിൻ്റെ പർപ്പസ് അത്രയേ ഉള്ളൂ. കൺസ്ട്രക്ടേഴ്സ് പോലെ തന്നെ ഈ ഡിസ്ട്രക്ടറും ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതിൻ്റെ എക്സിക്യൂഷൻ കഴിയുന്നതോടുകൂടി ഡിസ്ട്രക്ടർ എക്സിക്യൂട്ട് ആവും. എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അതായത് മെയിനായിട്ട് മെമ്മറി ലീക്കേജ് ഒഴിവാക്കാനും ഡൈനാമിക് മെമ്മറി ഫ്രീ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡിസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിസ്ട്രക്ടറിനകത്ത് നമ്മൾ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല, വാല്യൂസ് യൂസ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല, പബ്ലിക്കാക്കി സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മോഡിഫയേഴ്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നുള്ളതാണ്. എന്താണ്, ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് ചെയ്യാനാണ് നമ്മൾ ഡിസ്ട്രക്ടർ യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അതിന് പാരാമീറ്റേഴ്സ് കൊടുക്കണോ? വേണ്ട. അതിനകത്തേക്ക് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കണോ? വേണ്ട. വാല്യൂസ് കൊടുക്കണോ? വേണ്ട. പബ്ലിക് ആക്കണോ? വേണ്ട. മോഡിഫയേഴ്സ് ഒന്നും എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റോടത്ത് നമുക്ക് കൺസ്ട്രക്ടറിൻ്റെ കേസിൽ നമുക്ക് ഒരുപാട് ടാസ്കുകൾ ആഫ്റ്റർ ദാറ്റ് ചെയ്യാണ്ടായിരുന്നു. ഡിസ്ട്രക്ടറിൻ്റെ കേസിൽ നമുക്കതൊന്നുമില്ല. അറ്റ് ദി എൻഡ് ആണത്. ഓക്കെ, പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് മെമ്മറിൻ്റെ കേസാണ്. അതായത് ഈ ഡിസ്ട്രക്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അതായത് ഇപ്പോൾ കൺസ്ട്രക്ടറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലാസ്സിനകത്തുള്ള ഡാറ്റ മെമ്പേഴ്സിനെ നമ്മൾ ഒബ്ജക്റ്റിലേക്ക് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി റൺ ടൈമിൽ മെമ്മറി അലോക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റെ ഓരോ ഡാറ്റ മെമ്പേഴ്സിനും ഇന്ന മെമ്മറി ലൊക്കേഷൻ എന്നുള്ള രീതിയിൽ സെറ്റായി വരികയും അതൊക്കെ അലോക്കേറ്റായി കഴിയുകയും ചെയ്യും. പക്ഷേ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ, അതായത് എക്സിക്യൂഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ മെമ്മറിയൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. വെറുതെ ആ ഒരു ഒബ്ജക്റ്റിനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോഴാണല്ലോ മെമ്മറി ലീക്കേജ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനാണ് മെയിൻലി നമ്മൾ ഡിസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ ഓരോ ഒബ്ജക്റ്റിൻ്റെ ലൈഫ് ടൈമിലും കൊണ്ടുവന്നിട്ടുള്ള ആ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള മെമ്മറി ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്. അതിലൂടെ നമുക്ക് മെമ്മറി ലീക്കേജ് ഒഴിവാക്കാം. വെറുതെ കുറേ മെമ്മറി വേസ്റ്റ് ആവുന്ന കേസുകൾ ഒഴിവാക്കാം. പുതിയ ടാസ്കുകൾ അവിടെ ക്യൂ ആയിട്ട് നിൽക്കണം. അവർക്ക് മെമ്മറി നമ്മൾ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുള്ള സ്പേസ് നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അതേപോലെ തന്നെ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറികളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഫ്രീ ആക്കി കൊടുത്താൽ അത് എൻഷുർ ചെയ്താൽ മാത്രമേ അടുത്ത ക്യൂവിലേക്കുള്ള ഒബ്ജക്റ്റുകൾക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് ഈ ഡിസ്ട്രക്ടേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മളുടെ സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ് തന്നെ ക്രിയേറ്റ് ചെയ്തു. ആ ക്ലാസ്സിനകത്ത് നമ്മൾ ആദ്യം തന്നെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. പബ്ലിക് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് കൺസോൾ റൈറ്റ് ലൈൻ കൺസ്ട്രക്ടർ എന്ത് ചെയ്തു, ഇൻവോക്ക് ചെയ്തു. ഈ കൺസ്ട്രക്ടറിൽ കൊടുക്കാനുള്ള വാല്യൂസ് എന്തൊക്കെ വെച്ചൊക്കെ നമുക്ക് അവിടെ കൊടുക്കാം കേട്ടോ. പിന്നെ വരുന്നതാണ് ഡിസ്ട്രക്ടർ. അതായത് ഈ ഒരു ഐഫോൺ പോലെ സൈൻ ഇട്ടിട്ട് എംപ്ലോയി എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ പബ്ലിക്കും അതേപോലെ തന്നെ വേറെ മോഡിഫയേഴ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ പേര് മാത്രം കൊടുത്തു. കൺസോൾ റൈറ്റ് ലൈൻ ഡിസ്ട്രക്ടർ ഇൻവോക്കഡ്. അതായത് ഡിസ്ട്രക്ടറും അതിൻ്റെ ബാക്കിൽ തന്നെ ഇൻവോക്ക് ചെയ്യണം. ആ പ്രോസസ്സ് കഴിഞ്ഞാൽ ഡിസ്ട്രക്ടർ കോൾ ചെയ്യണം അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യണം എന്നുള്ള മീനിങ്ങിലാണ് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അങ്ങനെ ഒരു മെത്തേഡ്. അപ്പോൾ ഈ കൺസ്ട്രക്ടറും ഡിസ്ട്രക്ടറൊക്കെ എന്താണ് ബേസിക്കലി മെത്തേഡ്സ് ആണ്. രണ്ടും നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേഷനകത്തും ഒബ്ജക്റ്റ് ഡിസ്ട്രോയിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യേണ്ട മെത്തേഡ്സ് ആണ്. പിന്നെ ക്ലാസ് ടെസ്റ്റ് എംപ്ലോയി പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു.
എംപ്ലോയി E1 ന്യൂ എംപ്ലോയി E2 ന്യൂ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് 2 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഈ ഒബ്ജക്ട്സ് എന്തായി, അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ ടൈമിൽ കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യും, അതിനകത്തുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഡിസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ചെയ്യും. അങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൺസ്ട്രക്ടർ ഇൻവോക്കഡ് എന്ന് 2 വട്ടം കൊടുത്തിട്ടുണ്ട് E1നും E2നും വേണ്ടി. ആഫ്റ്റർ ദാറ്റ് പ്രത്യേകിച്ച് ടാസ്കുകളൊന്നും ഇതിനകത്ത് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഡിസ്ട്രക്ടർ ഇൻവോക്കഡ് എന്ന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് വലിയ പ്രോഗ്രാമാക്കി ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊക്കെ ടാസ്കുകളും ഓപ്പറേഷൻസും എക്സിക്യൂഷൻസും ഒക്കെ ചെയ്യാം. അതിന് ശേഷം ഡിസ്ട്രക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് കൺസ്ട്രക്ടർ, എന്താണ് ഡിസ്ട്രക്ടർ, എന്താണ് അതിൻ്റെ പർപ്പസ് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്താ നമ്മൾ പറഞ്ഞിരുന്നത്, കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ ഡാറ്റ മെമ്പേഴ്സിനെ കൊണ്ടുവരും. ഈ ഡാറ്റ മെമ്പേഴ്സൊക്കെ എന്തിനുള്ളതാണ്, ഒബ്ജക്റ്റിന് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ ടൈമിൽ ഈ ഡാറ്റ മെമ്പേഴ്സിനെയൊക്കെ ഒബ്ജക്റ്റിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മെത്തേഡാണ് ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ തുടക്കത്തിലാണ് നമ്മൾ കൺസ്ട്രക്ടർ മെത്തേഡ് യൂസ് ചെയ്യുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, സ്പെഷ്യൽ മെത്തേഡാണ് ഈ ഡിസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഈ ഇനീഷ്യലൈസേഷനും എക്സിക്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ഡിസ്ട്രക്ട് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഓട്ടോമാറ്റിക്കലി ഇൻവോക്കഡ് ആവുന്ന ഒരു മെത്തേഡാണ് ഈ ഡിസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്ത് ഓൺലി വൺസ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മതി, കാരണം അതിൻ്റെ പർപ്പസ് ജസ്റ്റ് ഡിസ്ട്രക്ട് ചെയ്യാമെന്ന് മാത്രമാണ്. പിന്നെ ഇതിനകത്ത് ഡിസ്ട്രക്ടറിന് നമ്മൾ പാരാമീറ്റേഴ്സോ ആർഗ്യുമെൻറ്റ്സോ വാല്യൂസോ പബ്ലിക്കോ മോഡിഫയേഴ്സോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഡിസ്ട്രക്ടറിൻ്റെ പർപ്പസ് ജസ്റ്റ് ഒബ്ജക്റ്റ് ഡിസ്ട്രോയിങ് എന്ന് മാത്രമാണ്. പിന്നെ എന്തിനാണ് ഈ ഡിസ്ട്രക്ടേഴ്സ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം പലർക്കും ഉണ്ടാവും. എന്തിനാണ് ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ആ ഒരു പർപ്പസ് കഴിഞ്ഞോ, എക്സിക്യൂഷൻ കഴിഞ്ഞോ, അത് കഴിഞ്ഞു എന്നേ ചിന്തിക്കുള്ളൂ. പക്ഷെ നമ്മളതിൻ്റെ എല്ലാ വേർഷൻസും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ലെവലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാർഡ്വെയറാണ് ഈ മെമ്മറി എന്ന് പറയുന്നത്. ഈ മെമ്മറിയിൽ ഒരു ഒബ്ജക്റ്റിന് ഇന്ന സ്പേസ് അതിൻ്റെ മെമ്പേഴ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ടാസ്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മെമ്മറി അവിടെ വേസ്റ്റേജായി കിടക്കാൻ പാടില്ല, അല്ലെങ്കിൽ മെമ്മറി ലീക്കേജായി അവിടെ കാണപ്പെടാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം, അതൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം മെമ്മറി. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത മെമ്മറി സ്പേസൊക്കെ ഫ്രീ ആക്കി പ്രോപ്പർലി ഫ്രീ ആക്കി കൊടുത്ത് അത് എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്യൂവിലുള്ള ടാസ്കുകൾക്ക് മെമ്മറി യൂസ് ചെയ്യാൻ കഴിയും. ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിക്കകത്ത് അങ്ങനെ പ്രോപ്പർലി ഫ്രീ ആക്കി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഡിസ്ട്രക്ടർ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ വരുന്നത് ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അത് ജസ്റ്റ് കൺസ്ട്രക്ടർ എങ്ങനെയാണ് കൊടുക്കുക, സിൻറ്റാറ്റിക്കലി എങ്ങനെ കൊടുക്കുക, അതേപോലെ തന്നെ ഡിസ്ട്രക്ടർ എങ്ങനെ കൊടുക്കുക എന്നൊക്കെ മനസ്സിലാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചത്. അതിനകത്ത് നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്തു, അതിനകത്ത് സ്പെഷ്യൽ മെത്തേഡ്സ് ആയിട്ടുള്ള കൺസ്ട്രക്ടറും ഡിസ്ട്രക്ടറൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ പുതിയൊരു ക്ലാസ് ഉണ്ടാക്കി അതിനകത്ത് മെയിൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് 2 ഒബ്ജക്ട്സും ക്രിയേറ്റ് ചെയ്തു. അത് ജസ്റ്റ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യുന്നതും ഡിസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യുന്നതാണ് നമ്മളിവിടെ സിമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത്. കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.